അങ്ങനെ നമ്മുടെ ചാർജിങ് കഴിഞ്ഞതോടെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. നമ്മളിനി അടുത്ത് പോണത് ക്യാമ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈനറി പ്രൊവിൻഷ്യൽ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാട്ടോ. ലോങ് ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പാസഞ്ചർ സീറ്റിലിരിക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഞങ്ങൾ മെയിൻലി വണ്ടി ഓടിക്കൽ ഡിവൈഡ് ചെയ്യും. അതാകുമ്പോൾ ഞങ്ങൾക്ക് ടയേർഡാവില്ല, പ്ലസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബോറടിക്കില്ല. അതാട്ടോ ഞങ്ങളുടെ മെയിൻ പ്രശ്നം. അങ്ങനെ ഞങ്ങൾ 3 മണിക്കൂറുടെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലോട്ട് എത്തിയിട്ടോ. ക്യാമ്പിങ്ങിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം മുന്നേ എല്ലാ ലവ് ബേർഡ്സിനും ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്തു പറയുന്നു? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ക്യാമ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇയർലി അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും ഞാനും എൽദോ ഇങ്ങനെ ക്യാമ്പിങ്ങിന് പോകാറുണ്ട് കേട്ടോ. നമുക്ക് കാനഡയിൽ ഇങ്ങനെ കുറേ നാഷണൽ പാർക്ക്സ് ഉണ്ട്, പ്രൊവിൻഷ്യൽ പാർക്ക്സ്, നാഷണൽ പാർക്ക്സ്. അങ്ങനെ നമുക്ക് ഏതെങ്കിലും പാർക്കിൽ നമുക്ക് ഇങ്ങനെ ക്യാമ്പിംഗ് ചെയ്യാം. പക്ഷേ ക്യാമ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി പ്രയർ റിസർവേഷൻസ് ഒക്കെ വേണം. അറ്റ്ലീസ്റ്റ് 6-7 മന്ത്സ് മുന്നേ തന്നെ ബുക്കിംഗ് ഒക്കെ ചെയ്യണം അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട്. ക്യാമ്പിങ്ങിൽ വന്നാൽ തന്നെ ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ടെൻ്റായിരിക്കും കേട്ടോ. കാരണം എപ്പോഴും ഞങ്ങൾക്ക് നല്ല ഉറക്കം വരിക, കിടക്കണം അന്നങ്ങനെ മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം സെറ്റാക്കി വെക്കുന്നത് ഞങ്ങളുടെ ടെൻ്റായിരിക്കും. 2025 ആദ്യത്തെ ക്യാമ്പിംഗ് ആയിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ടെൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ഫൈനലി ഞങ്ങളത് സെറ്റാക്കി വെച്ചു കേട്ടോ. കാരണം ഞങ്ങളുടെ ഈ ടെൻറ്റ് മാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ ബെഡും ബെഡ്ഷീറ്റും എല്ലാം ഞങ്ങൾ എടുത്തു വന്നിട്ടുണ്ട്. ഞങ്ങളെപ്പോഴും ക്യാമ്പിംഗ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ മിക്ക എക്യുപ്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. എയർ ബെഡ് വീർപ്പിക്കാനുള്ള എയർ ബ്ലോവർ എല്ലാം ഉണ്ട്. ആദ്യത്തെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എയർ ബെഡൊന്നും ഉണ്ടായിരുന്നില്ല, ടെൻ്റ് ഉണ്ടായിരുന്നെങ്കിലും. അന്നേരം പുറം അങ്ങ് മിന്നി വേദനിച്ചു. അന്നേരം ഞങ്ങൾക്ക് മനസ്സിലായി ഇനി എയർ ബെഡ് ഇല്ലാതെ പറ്റില്ല എന്ന്. അങ്ങനെ ഞങ്ങളെല്ലാം പിന്നെ സാധനങ്ങൾ സെറ്റാക്കി. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ കുട്ടി ടെൻ്റ് അങ്ങ് സെറ്റാക്കി. ഹൈ വാ, കാണാൻ തന്നെ എന്ത് ഭംഗിയാലേ. ഇതൊക്കെ സെറ്റാക്കിയപ്പോഴേക്കും സമയം അങ്ങ് പോയത് അറിഞ്ഞില്ല കേട്ടോ. ഏതാണ്ട് ഒരു 3-4 മണിയായേ. അപ്പോഴേക്കും എനിക്ക് വിശപ്പിൻ്റെ വിളി വീണ്ടും വന്നു. സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ട് സാലഡിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടാളും. ക്യാമ്പിംഗ് ഏരിയയിലോട്ട് വന്നതുകൊണ്ടാണോ അല്ലാതെ വിശപ്പിൻ്റെ വിളി ഉള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, സാലഡിന് ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. നിമിഷ നേരം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അത് കാലിയാക്കിട്ടോ. ഇനിയൊരു ചെറിയൊക്കെ വിശ്രമം കഴിഞ്ഞിട്ട് അടുത്തൊരു ബീച്ചുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ 3 മിനിറ്റ് നടക്കുന്ന ദൂരത്തിൽ ഒരു നല്ല ബീച്ചുണ്ട്. അടിപൊളി ബീച്ചാട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രാന്താട്ടോ. എന്നാൽ നീന്താനോ ഞാൻ ഇന്നേ വരെ പഠിച്ചിട്ടുമില്ല. പക്ഷേ വെള്ളം കണ്ട് എനിക്ക് അവിടെ ചാടണം, കുറേ നേരം വെള്ളത്തിൽ കിടക്കണം. അത് തന്നെ എനിക്ക് ഭയങ്കര റിലാക്സേഷനാട്ടോ. ഈ ഒരു ബീച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം ചുറ്റും നോക്കുവാണെങ്കിൽ മണലാരണ്യം പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാനഡയിൽ സമ്മർ ആണെങ്കിലും ബീച്ചിലിറങ്ങിയ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഈ ബീച്ചിൽ നോർമൽ ടെമ്പറേച്ചറായിരുന്നു വെള്ളത്തിന്. പിന്നെ ഇത് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിരുന്നു. പിന്നെ അധികം തിരക്കും ഉണ്ടായിരുന്നില്ല. ഇത്രയും നാളും ഞാനിത് അറിയാതെ പോയല്ലോ എന്നായിരുന്നു ഞാനിത് കണ്ടപ്പോൾ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല കേട്ടോ, അങ്ങെടുത്ത് വെള്ളത്തിലോട്ട് ചാടി. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ കയറി ഇവിടെ വാഷ്റൂമിൽ പോയി കുളിച്ചു, സെറ്റായി. പിന്നെ പറഞ്ഞ പോലെ ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. സ്റ്റാഫ് എപ്പോഴും വന്ന് ക്ലീനാക്കി നീറ്റായിട്ടേ വയ്ക്കുള്ളൂ. അങ്ങനെ നമ്മൾ രാത്രിയിലെ ഡിന്നർ ചടങ്ങിലോട്ട് കടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വെളിച്ചം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, 7:30-7 മണി ആയിട്ടുണ്ട്. ഇവിടെ സമ്മറിൻ്റെ മെയിൻ പ്രത്യേകത 9 മണി ആയാലേ സൺസെറ്റ് ആവുള്ളൂ. ഗ്രില്ലിങ്ങിന് മെയിനാണ് എൽദോ ആട്ടോ, കാരണം അവൻ അതിലൊരു എക്സ്പേർട്ട് ആട്ടോ. പിന്നെ ഇന്നത്തെ ഡിന്നറിന് ചിക്കൻ ആട്ടോ മെയിൻ ഡിഷ്. ബീച്ചിലൊക്കെ കിടന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ. ബട്ടറൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ ഈ ചിക്കനൊരു നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ക്യാമ്പിന് ഞങ്ങൾ എപ്പോൾ വന്നാലും ഞങ്ങൾ ഒറ്റയ്ക്കാട്ടോ ഫുഡ് പ്രിപ്പയർ ചെയ്യുക, അല്ലാതെ ഞങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാറില്ല. അങ്ങനെ വാങ്ങിച്ച ക്യാമ്പിങ് എക്സ്പീരിയൻസേ പോവും. അങ്ങനെ നമ്മുടെ ഫൈനലി പെരി ചിക്കൻ അങ്ങ് റെഡിയായി. ഇതിനെ നമുക്ക് നൈസായിട്ട് അങ്ങ് തട്ടാം. ഈ ക്യാമ്പിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹോൾ വേൾഡായിട്ട് ഡിസ്കണക്റ്റ് ആവുക കേട്ടോ. കാരണം ഇവിടെ മൊബൈലിൽ നെറ്റില്ല, റേഞ്ചില്ല. അപ്പോൾ നമുക്ക് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സംസാരിക്കാനും കുറേ നല്ല പാട്ട് കേൾക്കാനും അങ്ങനെ കുറേ കണക്റ്റ് ആവാനുള്ള ചാൻസ് ആട്ടോ കിട്ടുന്നത്. എനിക്ക് ഗ്രൂപ്പായി ഫ്രണ്ട്സിൻ്റെ കൂടെ വരുന്നതിനേക്കാളും ഒറ്റയ്ക്ക് എൽദോൻ്റെ കൂടെ ഇങ്ങനെ ക്യാമ്പിങ്ങിനൊക്കെ പോണതാട്ടോ ഭയങ്കര ഇഷ്ടം. കാരണം ഇതാകുമ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ റൊമാൻറ്റിക് മൊമെൻറ്റ്, കുറേ ഇങ്ങനെ സെൽഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സംസാരിക്കാനും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കും അങ്ങനെയാണോ? ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതാണോ അല്ല ഗ്രൂപ്പായി ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതാണോ കൂടുതലും ഇഷ്ടം? അങ്ങനെ ഏതാണ്ട് സന്ധ്യയായി വന്നു. സന്ധ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്ട് 9:30 ടൈം ആയിട്ടോ.
ഞങ്ങൾ ക്യാമ്പിങ്ങിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ക്യാമ്പ് ഫയറാണ്. ഇതിന് ഓൾറെഡി എൽദോ പ്രിപ്പയർഡ് ആയിരുന്നു. എൽദോ വീട്ടിൽ നിന്നേ വുഡ് പീസൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ടായി. ക്യാമ്പ് ഫയർ സ്റ്റാർട്ടായാൽ ഒബ്വിയസ്ലി ആൽക്കഹോൾ വേണം. പറഞ്ഞ പോലെ ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് കേട്ടോ. രാത്രിയാകുമ്പോൾ നല്ലൊരു തണുപ്പും ഈ ഒരു ക്യാമ്പ് ഫയറും ആ ഒരു മൂഡും എല്ലാം പക്കയാണ്. പിന്നെ ഫോണിൽ എന്തെങ്കിലും ഒരു റൊമാൻറ്റിക് പാട്ടൊക്കെ വെച്ചാൽ പൊള്ളി വൈബും. പിന്നെ ഇതൊരു നാഷണൽ പാർക്ക് ആയതുകൊണ്ട് നമ്മുടെ ചുറ്റും കാടും മേളിൽ കുറച്ച് നക്ഷത്രങ്ങളും പിന്നെ ഒരു ക്യാമ്പ് ഫയറും, അതാണ് നമ്മുടെ ഇപ്പോൾ മെയിൻ മൊമെൻറ്റ്. പിന്നെ ഇങ്ങനെ കൂടെ എൻജോയ് ചെയ്യാനുള്ളൊരു പാർട്ട്ണറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാനും ഇല്ല, നമ്മളെ ആരും ജഡ്ജ് ചെയ്യാനും ഇല്ല. കുറച്ച് നല്ല റൊമാൻറ്റിക് പാട്ടുകളും കുറച്ച് നല്ല ഗുഡ് വൈബും, അത് മാത്രം മതി നമുക്കങ്ങ് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇനി നാളെ രാവിലെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.